നാളെ പരലോകത്തുണ്ടല്ലോ അല്ലാഹു പടച്ച എല്ലാ പടപ്പുകളും ഒരുമിച്ച് കൂടുമ്പോ നഫ്സി 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 നഫ്സിയാ. നാളെ പരലോകത്ത് ആദം നബി മുതൽ ഈസാ നബി വരെയുള്ള എല്ലാ പ്രവാചകന്മാരും അടക്കമുള്ളവര് എല്ലാ മനുഷ്യന്മാരും ഖിയാമത്ത് നാളെ വരുന്ന മനുഷ്യന്മാരുണ്ടല്ലോ എല്ലാവരും നാളെ പരലോകത്ത് സ്വന്തം കാര്യം ഓർത്ത് വിലപിക്കുമ്പോ ഖൈറുൽ അംബിയാ ഉമ്മത്തിയാ ഉമ്മത്തിയാ ഉമ്മത്തി. എവിടെ എന്റെ പ്രിയപ്പെട്ട ഉമ്മത്ത് എവിടെ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുമല്ലോ. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പ്രിയപ്പെട്ട സ്വഹാബ അവലൻ നാസി ബി യൗമൽ ഖിയാമ അക്സറഹും അലയ്യ സ്വലാ. നാളെ പരലോകത്ത് റബ്ബേ അല്ലാഹു പടച്ച എല്ലാ പടപ്പുകളും ഒരുമിച്ച് കൂടുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാണ്, എന്റെ ചാരത്തുണ്ടാകുന്നത് അവലൻ നാസി ബി യൗമൽ ഖിയാമ അക്സറഹും അലയ്യ സ്വലാ. എന്റെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലിയവരുണ്ടല്ലോ, എന്റെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിച്ചവരുണ്ടല്ലോ, അവർ നാളെ പരലോകത്തിന്റെ ചാരത്തുണ്ടാകുമെന്ന് മുത്ത് നബി മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അതുകൊണ്ട് നബി തങ്ങളെ പേര് കേൾക്കുമ്പോ അല്ലാഹുവേ മടി കാണിക്കണ്ട പ്രിയമുള്ളവര്. നബി തങ്ങളെ പേര് കേൾക്കുമ്പോ മടി കാണിച്ചിട്ട് സ്വലാത്ത് ചൊല്ലാൻ മറന്നു പോവേണ്ട ആവശ്യം വരണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നാളെ പരലോകത്തിന്റെ ചാരത്തുണ്ടാകുന്നത് എന്റെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലിയവരാണെന്ന് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ബഹുമാനപ്പെട്ട ജസൂലി ഇമാം എന്നറിയപ്പെടുന്ന മഹാനായ വലിയൊരു പണ്ഡിതനുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാത്ത മഹബ്ബത്ത് വെച്ച പ്രിയപ്പെട്ട പണ്ഡിതനാണ്. അല്ലാഹുവേ ദലായിലുൽ ഖൈറാത്ത് എന്ന് പറയുന്ന സുന്ദരമായ സ്വലാത്തിന്റെ കാവ്യമുണ്ടല്ലോ, ഓരോ ദിവസം ചെല്ലാനുള്ള സ്വലാത്തിന്റെ ആ ഒരു സുന്ദരമായ സമർപ്പണമുണ്ടല്ലോ, ഈ ഉമ്മത്തിന് സമർപ്പിച്ച മഹാനായ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ജസൂലി ഇമാം റളിയല്ലാഹു തആല അൻഹു. ദലായിലുൽ ഖൈറാത്ത് എന്ന് പറയുന്ന ഒരു സ്വലാത്തിന്റെ ഒരു കിതാബുണ്ട്. ആഴ്ചയിലെ 7 ദിവസം പ്രത്യേകമായി ചൊല്ലേണ്ട സ്വലാത്തുകൾ. നമ്മൾ വെള്ളിയാഴ്ച അൽ-കഹ്ഫ് ഓതിയിട്ട് നാളെ ഇനി അൽ-കഹ്ഫ് ഓതിയിട്ട് അൽ-കഹ്ഫും വെള്ളിയാഴ്ചയുടെ സ്വലാത്തും എന്നുള്ള ആ ഒരു 7 നമ്മളിങ്ങനെ സ്വലാത്ത് ചെല്ലാറുണ്ട്. അത് ഈ ബഹുമാനപ്പെട്ട ജസൂൽ ഇമാമിന്റെ ദലായിലുൽ ഖൈറാത്ത് എന്ന് പറയുന്ന കിതാബിലെ ഓരോ ദിവസത്തെ സെപ്പറേറ്റ് ഉള്ള സ്വലാത്ത, അതിലെ വെള്ളിയാഴ്ചയിലെ സ്വലാത്ത. ഈ ബഹുമാനപ്പെട്ട ജസൂൽ ഇമാം വഫാത്തായി. നബി തങ്ങൾ വല്ലാതെ മഹബ്ബത്ത് വെച്ച് സ്വലാത്തിന്റെ ജീവിതം കാഴ്ചവെച്ച മഹാൻ, സ്വലാത്ത് ജീവിതത്തിനോട് ചേർത്ത് വെച്ച മഹാനാണ് ഈ ബഹുമാനപ്പെട്ട ജസൂൽ ഇമാം. വഫാത്തായിട്ട് 70 വർഷങ്ങൾക്ക് ശേഷം, 1 2 അല്ല 70 വർഷങ്ങൾക്ക് ശേഷം, അന്ന് ആ രാജ്യം ഭരിക്കുന്ന രാജാവ് ചില സാഹചര്യം കൊണ്ട് ജസൂൽ ഇമാമിന്റെ മക്ബറ അവിടുന്ന് മാറ്റാൻ തീരുമാനിച്ചു. ഇന്നുള്ള മൊറോക്കയിലെ മറാക്കിഷ് എന്ന സ്ഥലത്തേക്കാണ് മക്കാമിനെ മാറ്റാൻ തീരുമാനിച്ചത്. ആ ഖബറിലെ മയ്യിത്ത് തുറന്നിട്ട് ഇങ്ങോട്ട് മാറ്റാൻ തീരുമാനിച്ചു. അങ്ങനെ ജോലിക്കാരെല്ലാം വിളിച്ചു. ബഹുമാനപ്പെട്ട ജസൂൽ ഇമാം റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറമാന്താൻ അല്ലാഹുവേ രാജാവ് പണിക്കാരെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ രാജാവിന്റെ പ്രിയപ്പെട്ട ജോലിക്കാർ കടന്നു വന്നിട്ട് മഹാനായ ജസൂൽ ഇമാം ഉണ്ടല്ലോ, ജീവിതമെല്ലാം സ്വലാത്തിന് സമർപ്പിച്ചു പോയ മഹാനായ ജസൂൽ ഇമാം റളിയല്ലാഹു തആല അൻഹു, ആ മഹാനുഭാവന്റെ ഖബറുണ്ടല്ലോ, ആ ഖബറിന്റെ മണ്ണ് മാന്തുകയാ. ഖബറിന്റെ മണ്ണ് മാതുന്നതിനനുസരിച്ച് ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് വല്ലാതെ സുഗന്ധം അടിച്ചു വീശുകയാണ്. അല്ലാഹുവേ മണ്ണ് മാതുന്നതിനനുസരിച്ച് സുഗന്ധം എങ്ങനെ കടന്നു വരികയാണ്. ജോലിക്കാർ എല്ലാവരും വല്ലാത്ത അത്ഭുതത്തിലാണ്. അങ്ങനെ മണ്ണ് മാതി സുബ്ഹാനല്ലാഹ്. അവസാനം അടിയുടെ ഭാഗമെത്തുമ്പോ 6 അടി എത്തുമ്പോ
മണ്ണിന്റെ ഓരോ ശബ്ദത്തിനുണ്ട്, ആ മണ്ണിന്റെ ഓരോ സുഗന്ധത്തിന് ഇങ്ങനെ ശക്തി കൂടി വരികയാണ്. അങ്ങനെ വല്ലാത്ത, ഇതുവരെ ദുനിയാവിൽ ഒരാളെ പോലും മണക്കാത്ത വല്ലാത്ത സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ബഹുമാനപ്പെട്ട ജസൂൽ ഇമാമിന്റെ ആ കഫൻ തുണി നോക്കുമ്പോ 70 കൊല്ലങ്ങൾക്ക് മുമ്പ് മറമാടിയ മനുഷ്യന്റെ കബറാ. ആ കഫൻ തുണി ഉണ്ടല്ലോ, ആ കഫൻ തുണിക്ക് ഒരു പോരൽ പോലും സംഭവിച്ചിട്ടില്ല. കഫൻ തുണിക്ക് ഒരു പോരൽ പോലും സംഭവിച്ചു പോയിട്ടില്ല. മാത്രമല്ല, ആ പ്രിയപ്പെട്ട ജസൂൽ ഇമാമിന്റെ മയ്യത്തുണ്ടല്ലോ, 70 വർഷങ്ങൾക്ക് ശേഷം ഇപ്പുറം പുറത്തേക്ക് എടുക്കുമ്പോ വല്ലാത്ത സുഗന്ധമാണ്, വല്ലാത്ത സുഗന്ധം അടിച്ചു വീശുകയാണ്. സുബ്ഹാനല്ലാഹ്. അതിൽപ്പെട്ട ഒരു പ്രിയപ്പെട്ട ജോലിക്കാരനുണ്ടല്ലോ, ജസൂൽ ഇമാമിന്റെ ആ കഫൻ തുണി, തലയുടെ ഭാഗത്തെ കഫൻ തുണി ഊരുകയാണ്. എങ്ങനെ ജസൂൽ ഇമാമിന്റെ മുഖത്ത് ഇങ്ങനെ തൊട്ടു നോക്കുമ്പോ, ജീവനുള്ള ഒരു മനുഷ്യന്റെ മുഖത്ത് തൊടുമ്പോ എന്തൊക്കെയാണോ സംഭവിച്ചു പോകുന്നത്, എന്തൊക്കെ മാറ്റമാണോ ഉണ്ടാകുന്നത്, ആ രൂപത്തിൽ ഇതാ ജസൂൽ ഇമാം എന്ന് പറയുന്ന 70 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയിക്കൊണ്ട് ലോകത്തുനിന്ന് വിട പറഞ്ഞ് കബറിൽ മറമാടിയ മനുഷ്യന്റെ മയ്യത്തിൽ തൊടുമ്പോ, അല്ലാഹുവേ, ജീവനുള്ള മനുഷ്യന്റെ ശരീരത്തിൽ തൊടുന്നത് പോലെയാണെന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. നമ്മളൊരു ജീവനുള്ള ശരീരത്തിൽ ഇങ്ങനെ അമർത്തി തൊട്ടാല് ആ ഭാഗത്തിലെ രക്തം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ അവിടെ ഇങ്ങനെ വേറൊരു കളറായി, ഇങ്ങനെ ഒരു വിറങ്ങലിച്ച കളറായി മാറും. അത് ജീവന്റെ തുടിപ്പിന്റെ അടയാളം. എന്നാൽ മരിച്ചു 70 കൊല്ലം കഴിഞ്ഞു, കബറിലാണ് 70 കൊല്ലം. 70 കൊല്ലത്തിന് ശേഷം എടുത്തപ്പോ സുഗന്ധം അടിച്ച് വീശാൻ ബഹുമാനപ്പെട്ട ജസൂൽ ഇമാം റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ മയ്യത്തിൽ നിന്ന്, കബറിന്റെ ഉള്ളിൽ നിന്ന് സുഗന്ധങ്ങൾ അടിച്ചു വീശാൻ. അങ്ങനെ കഫൻ തുണി തുറന്നു. കഫൻ തുണിക്ക് ഒരു പ്രശ്നമില്ല. കഫൻ തുണി തുറന്നപ്പോഴോ പുഞ്ചിരിക്കുന്ന മുഖമായി ജസൂൽ ഇമാം 70 കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട മനുഷ്യന്റെ മയ്യത്തിന് ഒരു പോറൽ പോലും സംഭവിച്ചിട്ടില്ല. അന്ന് മരണപ്പെട്ടതുപോലെ മുഖത്ത് തൊടുമ്പോ ജീവന്റെ തുടിപ്പുള്ളതുപോലെ അത്രയും പ്രകാശത്തിന്റെ പ്രഭ നിറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവരിങ്ങനെ 70 കൊല്ലങ്ങൾക്ക് ശേഷം കിടക്കാൻ ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഈ ഒരു രൂപത്തിൽ അദ്ദേഹത്തിന് എത്താൻ കാരണം ജീവിതത്തിന്റെ ഭാഗമാക്കി സ്വലാത്തിനെ മാറ്റി എന്നുള്ളതാണ്. സ്വലാത്താക്കി തന്റെ ജീവിതം അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സ്വലാത്തിന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ, സ്വലാത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുമ്പോൾ അതിലൂടെ ധാരാളം നേട്ടങ്ങളാണ്. അതിനാ പറഞ്ഞത്, ദുന്യവിയും ഉഖ്റവിയുമായ നേട്ടങ്ങൾ നമുക്ക് ധാരാളം ലഭിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരു പ്രിയപ്പെട്ട ഉമ്മ കരഞ്ഞുകൊണ്ട് കടന്നു വന്നിട്ട് ആ ഉമ്മ പറയുന്നു, പ്രിയപ്പെട്ട തങ്ങളെ, എന്റെ പൊന്നുമോൾ ഇവിടെ പറഞ്ഞു പോയി തങ്ങളെ, എനിക്ക് അവളെ സ്വപ്നത്തിൽ കാണാൻ വല്ലാത്ത ആഗ്രഹമുണ്ട് തങ്ങളെ, നിങ്ങളൊന്ന് ദുആ ചെയ്യുമോ? അങ്ങനെ ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു ആ പ്രിയപ്പെട്ട ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അങ്ങനെ അന്ന് രാത്രി ആ പ്രിയപ്പെട്ട ഉമ്മ ഉറങ്ങുമ്പോ ആ ഉമ്മാന്റെ ഉറക്കിരുതാ പ്രിയപ്പെട്ട പൊന്നുമോള് കനവില് കടന്നു വരികയാ. ഉമ്മ പൊന്നുമോളെ കാണുമ്പോ ഭയാനകമായ അദാബ് അനുഭവിക്കുന്ന രൂപത്തിലാണ്, വല്ലാത്ത വേദനാജനകമായ ശിക്ഷ അനുഭവിക്കുന്ന രൂപത്തിലാ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ആ പ്രിയപ്പെട്ട ഉമ്മ കണ്ടുപോകുന്നത്. ഉമ്മാക്ക് വല്ലാത്ത സങ്കടമാകുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോ ആ പ്രിയപ്പെട്ട പൊന്നുമ്മയുണ്ടല്ലോ ഹസൻ ബസരി തങ്ങളെ ചാരത്തേക്ക് പോയിട്ട് പറയുകയാണ്, പ്രിയപ്പെട്ട തങ്ങളെ, എന്റെ പൊന്നുമോള് ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ കണ്ടുപോയി. പക്ഷേ തങ്ങളെ, എന്റെ പൊന്നുമോള് വല്ലാത്ത അദാബ് അനുഭവിക്കുന്ന രൂപത്തിലാ കണ്ടുപോയത്. അതുകൊണ്ടൊന്ന് ദുആ ചെയ്യുമോ പ്രിയപ്പെട്ട തങ്ങളെ? അങ്ങനെ ആ പ്രിയപ്പെട്ട ഉമ്മ തിരിച്ചു പോകുകയാണ്. അന്ന് രാത്രി ഉണ്ടല്ലോ ബഹുമാനപ്പെട്ട ഹസൻ ബസരി തങ്ങൾ ഉറങ്ങുമ്പോ ഹസൻ ബസരി തങ്ങളെ കനവിലുണ്ടല്ലോ ഒരു സുന്ദരിയായ പെൺകുട്ടി കടന്നു വരികയാണ്. ബഹുമാനപ്പെട്ടവര് ചോദിക്കുന്നു, മന്നത്തി, നീ ആരാ എന്ന് ചോദിക്കുമ്പോ ആ പെൺകുട്ടി പറയുന്നു, പ്രിയപ്പെട്ട തങ്ങളെ, ഇന്നലെ ഒരു പ്രിയപ്പെട്ട ഉമ്മ
ഉമ്മ നിങ്ങളെ ചാരത്തേക്ക് കടന്നു വന്നിരുന്നുവല്ലോ. മകള് മരണപ്പെട്ടു പോയ ഉമ്മ കടന്നു വന്നിരുന്നുവല്ലോ. ആ മരണപ്പെട്ടു പോയ മകളാണെന്ന് ഞാൻ പറയുമ്പോ അസംബശ്രീതങ്ങൾ അത്ഭുതത്തോട് ചോദിക്കുന്നു, അല്ലയോ പ്രിയപ്പെട്ട മോളെ, ഇന്നലെ നിന്റെ ഉമ്മ നിന്നെ കനവിൽ കണ്ടപ്പോ നരകത്തിന്റെ ഭയാനകമായ അദാബുണ്ടല്ലോ, അല്ലാഹുവേ വേദനാജനകമായ ശിക്ഷയുണ്ടല്ലോ, അതനുഭവിക്കുന്ന രൂപത്തിലാണ് നിന്റെ ഉമ്മ നിന്നെ കണ്ടുപോയത്. ഇന്ന് ഞാൻ കാണുമ്പോ വല്ലാത്ത സന്തോഷത്തിലാണ്, ആഹ്ലാദത്തിലാണ്, സ്വർഗീയമായ സുഖങ്ങളല്ലോ വല്ലാതെ ആസ്വദിക്കുന്ന രൂപത്തിലാണ് ഞാൻ കണ്ടുപോകുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ ആ പ്രിയപ്പെട്ട പൊന്നുമോള് പറയുന്നു, തങ്ങളെ എന്റെ ഉമ്മ പറഞ്ഞത് ശരിയാണ്. എന്റെ ഉമ്മ എന്നെ ഇന്നലെ കനവില് കണ്ടപ്പോ ഞാൻ എന്റെ ഖബറിന്റെ ഉള്ളില് വല്ലാത്ത അദാബിലാണ് തങ്ങളെ. വേദനാജനകമായ ശിക്ഷ അനുഭവിക്കുന്ന രൂപത്തിലാണ് തങ്ങളെ ഇന്നലെ വരെ ഞാൻ എന്റെ ഖബറിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അൽഹംദുലില്ലാഹ് ഇന്ന് ഞാൻ സന്തോഷത്തിലാണ്, ആഹ്ലാദത്തിലാണ്, വല്ലാത്ത ആനന്ദത്തിലാണ്. എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ ആ പൊന്നുമോള് പറയുന്നു, തങ്ങളെ ഇന്ന് പകലുണ്ടല്ലോ ഞാനടക്കമുള്ള മയ്യിത്തിനെ മറമാടിയ ഖബർസ്ഥാനിലൂടെ ഒരു സ്വാലിഹായ മനുഷ്യന് കടന്നു വന്നു തങ്ങള്. ഒരു സ്വാലിഹായ മനുഷ്യന് എന്റെ ഖബറിന്റെ ചാരത്തിലൂടെ കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലി തങ്ങളെ. ഒരൊറ്റ സ്വലാത്ത് ചൊല്ലിപ്പോയി. എന്നിട്ട് ആ മനുഷ്യനുണ്ടല്ലോ അള്ളാഹിനോട് പറഞ്ഞു, റബ്ബേ ഞാൻ ഈ ചൊല്ലിയ സ്വലാത്തുണ്ടല്ലോ, ഈ സ്വലാത്തിന്റെ പ്രതിഫലങ്ങളുണ്ടല്ലോ, ഇതിന്റെ മിസ്ലി സവാബുണ്ടല്ലോ, ഈ ഖബർസ്ഥാനിൽ മറവിട്ട് കിടക്കുന്ന എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് എന്ന് ആ സ്വാലിഹായ മനുഷ്യന് ദുആ ചെയ്തു തങ്ങള്. ആ സ്വാലിഹായ മനുഷ്യന് ചൊല്ലിയ ഒരൊറ്റ സ്വലാത്തുണ്ടല്ലോ, ആ സ്വാലിഹായ മനുഷ്യന് ചൊല്ലിയ ഒരൊറ്റ സ്വലാത്തുണ്ടല്ലോ, ആ സ്വലാത്തിന്റെ മഹത്വം കൊണ്ട്, സ്വലാത്തിന്റെ ഫള് കൊണ്ട് ഞാനടക്കം ഖബറിലെ ഭയാനകമായ ശിക്ഷ അനുഭവിക്കുന്ന ഖബറാളികൾക്ക് അല്ലാഹു പൊരുത്തപ്പെട്ടു തന്നു തങ്ങളെ. മാത്രമല്ലോ ഞങ്ങളെ ഖബറില് ഇന്ന് സ്വർഗത്തിന്റെ സുഖങ്ങളാണ്, സ്വർഗത്തിന്റെ ആനന്ദങ്ങളാണെന്ന് ആ പ്രിയപ്പെട്ട പൊന്നുമോള് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ സ്വലാത്തിന്റെ വാർഷികത്തിന്റെ പരിശുദ്ധമായ മാസത്തിൽ ഒരുമിച്ച് കൂടിയവര് ഇന്ന് തീരുമാനിക്കുക, അല്ലാഹുവേ എന്റെ ജീവിതത്തിൽ സ്വലാത്തിനെ മുറുകെ പിടിക്കുന്നതാണ്. അങ്ങനെ മുത്തുനബി തങ്ങളെ സ്വലാത്തിനെ ചേർത്ത് പിടിക്കുമ്പോ ദുനിയാവില് സന്തോഷമാണ്. ഈ ദുനിയാവിന്ന് വിട പറയുമ്പോ റാഹത്തോട് വിട പറയാൻ കഴിയുന്നതാണ്. നാളെ ഖബർ പോയി കിടക്കുമ്പോ അൽഹംദുലില്ലാഹ് ഈ സ്വലാത്ത് സന്തോഷത്തോടെ കൂട്ടിനായി കടന്നു വരുമ്പോ, ഈ സ്വലാത്ത് ഖബർ ജീവിതം റാഹത്തിലാക്കാൻ കാരണമാകുമ്പോ സ്വലാത്തിനെ മറക്കല്ല ഉമ്മ, സ്വലാത്തിനെ മുറുകെ പിടിക്കണേ പ്രിയമുള്ള മുസ്ലിമേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഈ സ്വലാത്തിന്റെ മാസമാകുന്ന ശഅബാനില് ഇൻഷാ അല്ലാഹ് മജ്ലിസുൻ നൂറിന്റെ വാർഷികത്തിന്റെ വേദിയില് നമ്മൾ തീരുമാനമെടുക്കുക, റബ്ബേ ഇനി മുതൽ പടച്ച റബ്ബേ എന്റെ ജീവിതത്തിൽ സ്വലാത്ത് ചെല്ലാത്ത ദിവസം ഉണ്ടാവൂല. എല്ലാ ദിവസവും 10 സ്വലാത്തങ്ങനെ ചെല്ലാൻ കഴിഞ്ഞു പോയ അല്ലാഹുവിന്റെ ഹബീബിനോട് പ്രിയപ്പെട്ട ജിബ്രീൽ പറഞ്ഞതാണ്, യാ റസൂലല്ലാഹ് من صلى عليك في كل يوم 10 مرات. മുത്തുനബിയെ നിങ്ങളുടെ മേൽ ഏതെങ്കിലും ഒരാൾ എല്ലാ ദിവസവും 10 സ്വലാത്തെങ്ങാണ് ചൊല്ലിപ്പോയാൽ അസറായീലല്ല പറയുന്നത്, ജിബ്രീൽ പറഞ്ഞു കൊടുക്കുകയാണ്, യാ റസൂലല്ലാഹ് നാളെ നരകത്തിന്റെ മേൽ നാട്ടപ്പെട്ട സിറാത്തുണ്ടല്ലോ, ആ സിറാത്ത് കടക്കുമ്പോ ഞാൻ അവന്റെ കൈ പിടിച്ചിട്ട് അവനെ രക്ഷപ്പെടുത്തും നബിയേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നാൽ അസറായിൽ പറഞ്ഞ വാക്കുണ്ട്, അസറായിൽ പറയുന്നു, നബിയേ ഏതെങ്കിലും ഒരാള് എല്ലാ ദിവസവും നിങ്ങളുടെ മേൽ 10 സ്വലാത്ത് ചൊല്ലിപ്പോയാൽ അന്ന അഖബിൽ റൂഹഹു കമാ
സ്വലാത്ത് ചൊല്ലിപ്പോയാൽ അന അക്ബിദ് റൂഹഹു, ഞാൻ അവന്റെ റൂഹിനെ പിടിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്മാരുണ്ടല്ലോ, അല്ലാഹുവിന്റെ നബിമാരുണ്ടല്ലോ, അംബിയാ മുർസലീങ്ങളുണ്ടല്ലോ, അവർ റൂഹ് പിടിക്കുന്നത് പോലെയാണ് അവർ റൂഹിനെ പിടിച്ചു പോകുക എന്ന് ബഹുമാനപ്പെട്ട ഖാബിദുൽ അർവാഹ് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സ്വലാത്ത് വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ചടക്കുണ്ടോ? നിങ്ങൾ കുറെ നേരമായി വന്നിരുന്നിട്ട് ഉസ്താദ് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഇപ്പൊ വന്നിട്ടുള്ളൂ. ബുദ്ധിമുട്ടുണ്ടോ? നല്ലൊരു ഉറക്കം. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ. യാ അക്റം